വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 14-ാം അധ്യായം. ടൈർ രാജാവായ ഹിരാം ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഒപ്പം അവന് ഭവനം പണിയുന്നതിന് ദേവദാരുത്തടികളും ഭിത്തിപ്പണിക്കുള്ള ആശാരിമാരെയും മരപ്പണിക്കുള്ള ആശാരിമാരെയും തന്നെ ഇസ്രായേലിന് മേൽ രാജാവായി കർത്താവ് സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പ്രതി തന്റെ രാജ്യത്വത്തെ അവിടുന്ന് ഉന്നതിയിൽ എത്തിച്ചെന്നും ദാവീദ് തിരിച്ചറിഞ്ഞു. ദാവീദ് ജെറുസലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ സ്വീകരിച്ചു. ദാവീദ് വീണ്ടും പുത്രപുത്രന്മാരെ ജനിപ്പിച്ചു. ജെറുസലേമിൽ വെച്ച് അവനുണ്ടായ കുട്ടികളുടെ പേരുകൾ ഇവയാണ്: ഷമൂവ, ശോബാബ്, നാത്താൻ, സോളമൻ, ഇബ്ഹാർ, എലിശുവ, എൽപെരേത്ത്, നോഗ, നെഫേഗ്, യഫിയ, എലീശമ, ബെലിയാത്ത, എലിഫെലേത്ത്. ദാവീദ് ഇസ്രായേലിന് മുഴുവനും മേൽ രാജാവായി അഭിഷിക്തനായി എന്ന് ഫിലിസ്ത്യക്കാർ കേട്ടു. അപ്പോൾ ഫിലിസ്ത്യക്കാർ എല്ലാവരും കൂടി ദാവീദിനെ തേടി കയറി ചെന്നു. അത് കേട്ട് ദാവീദ് അവരുടെ മുമ്പിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും ഫിലിസ്ത്യക്കാർ എത്തി റഫായിം താഴ്വര കൊള്ളയടിച്ചിരുന്നു. ദാവീദ് ദൈവത്തോട് ഇപ്രകാരം ആരാഞ്ഞു: ഫിലിസ്ത്യക്കാർക്കെതിരെ ഞാൻ കയറി പോകണമോ? അവിടുന്ന് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അവനോട് അരുളി ചെയ്തു: പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദ് ബാൽപെരാസീമിൽ കയറി ചെന്നു. അവിടെ ദാവീദ് അവരെ ആക്രമിച്ചു. ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കരങ്ങളാൽ അണപൊട്ടുന്നത് പോലെ പൊട്ടിച്ച് എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് അവർ ബാൽപെരാസീം എന്ന് പേര് വിളിച്ചു. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചിരുന്നു. ദാവീദ് പറഞ്ഞതനുസരിച്ച് അവ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഫിലിസ്ത്യക്കാർ തുടർന്നും താഴ്വര കൊള്ളയടിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അവനോട് അരുൾ ചെയ്തു: അവരുടെ പിന്നാലെ പോകരുത്, അവരിൽ നിന്ന് തിരികെ പോവുക. എന്നിട്ട് ബാൾസാ മരങ്ങളുടെ മുമ്പിൽ നിന്ന് അവരുടെ നേരെ ചെല്ലുക. ബാൾസാ മരങ്ങളുടെ തലപ്പുകളിൽ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക. തീർച്ചയായും ഫിലിസ്ത്യക്കാരുടെ പാളയത്തെ പ്രഹരിക്കുന്നതിന് ദൈവം നിനക്ക് മുമ്പേ പുറപ്പെട്ടിരിക്കും. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യക്കാരുടെ പാളയങ്ങളെ അവൻ പ്രഹരിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും എത്തി. അവനെക്കുറിച്ചുള്ള ഭയം എല്ലാ ജനതകൾക്കും കർത്താവ് നൽകി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം. എന്നാൽ ഇപ്പോൾ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക. നിന്നെ മനയുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്യുന്ന കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അവിടുന്ന് നിന്നെ സഹായിക്കും. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത നീതിമാനെ, നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വരണ്ടയെടുത്ത് ഞാൻ ജലമൊഴുക്കും, ഉണങ്ങിയെടുത്ത് അരുവികളും. നിന്റെ സന്തതിയുടെ മേൽ എന്റെ ചൈതന്യവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ ചൊരിയും. അവ പച്ചപ്പിനിടയിലെ നീരൊഴുക്കിനരികെയുള്ള പൈൻമരം പോലെ വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമത്തിൽ വിളിക്കപ്പെടും. വേറൊരുവൻ തന്റെ കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇസ്രായേലിന്റെ നാമത്തിൽ അറിയപ്പെടും. ഇസ്രായേലിന്റെ രാജാവും വിമോചകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാനാകുന്നു ആദിയും ഞാനാകുന്നു അന്തവും. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവൻ അത് എനിക്ക് മുമ്പിൽ സ്ഥാപിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാരാണ്? സംഭവിക്കാനിരിക്കുന്നവ അവർ അവരോട് പറയട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭീതിതരാവുകയും വേണ്ട. ഞാനല്ലേ പണ്ട് മുതൽ നിങ്ങളെ അറിയിച്ചത്. ഞാൻ അത് പ്രഖ്യാപിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ വേറൊരു ദൈവമുണ്ടോ? മറ്റൊരു അപേക്ഷയില എൻ്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവരെല്ലാം ഒന്നുമല്ല. അവരുടെ ആനന്ദവസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരുടെ സാക്ഷികൾ അവർ തന്നെയാണ്. അവർ ലജ്ജിതരാകാനായി തന്നെ അവർ കാണുന്നില്ല, അറിയുന്നുമില്ല. ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? ഇതാ അവന്റെ കൂട്ടാളികൾ ലജ്ജിതരാകും. കരകൗശലക്കാർ മനുഷ്യർ മാത്രമാണ്. അവരെല്ലാം ഒത്തുചേർന്ന് നിൽക്കട്ടെ. അവർ ഭയപ്പെടുന്നതിനൊപ്പം ലജ്ജിക്കുകയും ചെയ്യട്ടെ. ഇരുമ്പ് പണിക്കാരൻ കോടാലിയും ആയുധവും തീക്കനലിൽ വെച്ച് ചുറ്റിക്ക കൊണ്ട് രൂപപ്പെടുത്തും. തന്റെ കരബലം കൊണ്ട് അവൻ വിഗ്രഹം നിർമ്മിക്കുന്നു.
അവന് വിശന്നു, ശക്തി ക്ഷയിച്ചു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്തു. തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിട്ട് ചീകുളി കൊണ്ട് അത് രൂപപ്പെടുത്തുകയും അത് അടയാളമിടുകയും ചെയ്യും. ഭവനത്തിൽ ഇരിക്കാനായി ആൾരൂപം പോലെ മനുഷ്യ സൗന്ദര്യത്തിനൊത്ത് അവൻ അത് നിർമ്മിച്ചു. അവൻ ദേവദാരുക്കൾ വെട്ടി, അല്ലെങ്കിൽ കരവേലുകമോ സരളമരമോ തിരഞ്ഞെടുത്തു. കാട്ടുവൃക്ഷങ്ങൾക്കിടയിൽ അത് തനിക്കായി വളരാൻ അനുവദിച്ചു. അവൻ ദേവദാരു നട്ടു. മഴ അത് വളർത്തുന്നു, പിന്നെ അത് മനുഷ്യന് വിറകായിത്തീരും. അവൻ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് തീ കായുന്നു, ഒപ്പം തീ കൊളുത്തി അപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ ആരാധിക്കാനായി ഒരു ദേവനെയും അവൻ നിർമ്മിച്ചു. തനിക്ക് പ്രണമിക്കാനായി അവൻ വിഗ്രഹം നിർമ്മിച്ചു. ഒരു ഭാഗം അവൻ തീ കത്തിച്ചു. ആ പകുതി കൊണ്ടാണ് അവൻ മാംസം ഭക്ഷിക്കുന്നത്. തൃപ്തനാകാനായി അവൻ ഇറച്ചി പൊരിക്കും. ആഹാ, നല്ല ചൂട്, ഞാൻ തീ കണ്ടു എന്ന് പറയാനായി അവൻ തീ കായുകയും ചെയ്യും. ശിഷ്ടഭാഗം കൊണ്ട് അവൻ ഒരു ദേവനെ, അവന്റെ വിഗ്രഹം ഉണ്ടാക്കി. അതിനോട് പ്രാർത്ഥിക്കാനും വണങ്ങാനും, എന്നെ രക്ഷിക്കണമേ, അങ്ങാണല്ലോ എന്റെ ദൈവം എന്ന് അതിനോട് പറയാനുമായി അവൻ അതിനെ പ്രണമിക്കും. അവൻ അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. എന്തെന്നാൽ കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ മനസ്സും അവിടുന്ന് അടച്ചിരിക്കുന്നു. അവന് വീണ്ടും വിചാരമുണ്ടാകുന്നില്ല. ഒരു ഭാഗം ഞാൻ തീ കത്തിച്ചു, അതിന്റെ കനലുകളിൽ അപ്പം ചുടുകയും ഭക്ഷിക്കാനായി മാംസം പൊരിക്കുകയും ചെയ്തു. അതിന്റെ ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുകയോ തടിക്കഷ്ണത്തിന് മുൻപിൽ പ്രണമിക്കുകയോ എന്ന് പറയാൻ അവന് അറിവില്ല, വിവേകവുമില്ല. അവൻ വെണ്ണീർ ഭുജിക്കുന്നു. വഞ്ചിത ഹൃദയം അവനെ വഴിതെറ്റിച്ചു. തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ വലത് കൈയിൽ കാപട്യമല്ലേയുള്ളത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലേ, നീ എന്റെ ദാസൻ തന്നെ. ഞാനാണ് നിന്നെ മനഞ്ഞത്, നീ എന്റെ ദാസനാണ്. ഇസ്രായേലേ, നീ വിസ്മരിക്കപ്പെടുകയില്ല. കാർമുകിൽ പോലെ നിന്റെ അതിക്രമങ്ങളും മേഘാവലി പോലെ നിന്റെ പാപങ്ങളും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശങ്ങളെ ആർത്തു വിളിക്കുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അഗാധങ്ങളെ സന്തോഷിച്ചാർക്കുക. പർവ്വതങ്ങളെ വനമേ, അതിലെ ഓരോ വൃക്ഷവുമേ ആർത്തുപാടുവിൻ. എന്തെന്നാൽ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുന്ന് സ്വയം മഹത്വപ്പെടുത്തും. ഗർഭത്തിൽ നിന്ന് മനഞ്ഞവനും നിന്റെ വിമോചകനുമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ഏകനായി ആകാശത്തെ വിരിക്കുകയും ഒറ്റയ്ക്ക് ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവായ ഞാനാണ് എല്ലാം സൃഷ്ടിച്ചത്. ജൽപകരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുന്നവൻ തന്നെ പ്രശ്നക്കാരെ വിഡ്ഢികളാക്കും. വിജ്ഞാനികളെ തിരച്ചയക്കുന്നവൻ തന്നെ അവരുടെ അറിവിനെ ഭോഷത്വമാക്കും. തന്റെ ദാസന്റെ വചനം നിറവേറ്റുന്നവൻ തന്നെ തന്റെ ദൂതരുടെ ഉപദേശം നിവർത്തിക്കും. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദ നഗരങ്ങളോട് അവ പുനർനിർമ്മിക്കപ്പെടുമെന്നും അവളുടെ നാശകൂമ്പാരങ്ങൾ ഞാൻ ഉദ്ധരിക്കുമെന്നും അരുൾ ചെയ്യുന്നവൻ, ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് ആഴത്തോടി കൽപ്പിക്കുന്നവൻ, സൈറസിനെ പറ്റി അവൻ എന്റെ ഇടയനാണെന്നും അവൻ എന്റെ ഇച്ഛ നിറവേറ്റും എന്നും പറയുന്നവൻ, ജെറുസലേമിനെ കുറിച്ച് അവൾ നിർമ്മിക്കപ്പെടുമെന്നും ദേവാലയം സ്ഥാപിക്കപ്പെടും എന്നും അരുൾ ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.